ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കാനായിട്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. പ്രത്യേകിച്ചിട്ട് ഡോക്യുമെന്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഏത് സ്ഥലത്തിന്റെ അപേക്ഷയാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സ്ഥലത്തിന്റെ ആധാർ നമ്പറും അതുപോലെ തന്നെ അതിന്റെ ബൗണ്ടറി, അതുപോലെ തന്നെ അതിന്റെ സർവേ നമ്പർ ഡീറ്റെയിൽസുകൾ, സ്ഥലത്തിന്റെ വിസ്തീർണം എന്നിവ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നത് മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ ഫോർ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഫോം എന്നുള്ളത്. ഇവിടെ ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്യുക. ജില്ല എന്ന് പറയുമ്പോൾ അപേക്ഷകന്റെ ജില്ല ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ സ്ഥലം നിൽക്കുന്ന ജില്ല ആയിരിക്കണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. രജിസ്റ്റർ ഓഫീസ് എന്നുള്ള ഭാഗത്ത് ഏത് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിലാണ് ആ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് അപേക്ഷകന്റെ പേര്, വീട്ടുപേര്, സിറ്റി, പിൻകോഡ്, മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്യുമെന്റ് നമ്പർ, ഡോക്യുമെന്റ് ഇയർ. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇതിലേക്കുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുക. ഇപ്പൊ ഡോക്യുമെന്റ് നമ്പർ, ഡോക്യുമെന്റ് ഇയറും എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആധാരത്തിന്റെ പുറകുവശത്ത് നമുക്ക് എഴുതിയിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തെ പേജിന്റെ മറുവശത്ത് തന്നെയാണ് ആ ഒരു ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവുക. അതായത് ഇപ്പം ഇതൊരു ആധാരമാണെന്ന് കരുതുക. ഇവിടെ ഫസ്റ്റ് പേജ് ഇത്, അതിലെ സെക്കൻഡ് പേജ് ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഒരു അപേക്ഷ, ഒരു ഡോക്യുമെന്റ് നമ്പർ, അതുപോലെ തന്നെ /1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴെ തന്നെ അതിന്റെ വർഷവും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു നമ്പർ ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ 2501 ഡോക്യുമെന്റ് നമ്പർ. ബുക്ക് നമ്പർ ഓൾറെഡി ഒന്ന് അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇയർ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ അവിടെ സേവ് ആവുന്നതാണ്. ഈ ഒരു അപേക്ഷകന് തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസുകൾ ഒരുമിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും അടുത്ത ഡോക്യുമെന്റ് നമ്പർ കൊടുത്തിട്ട് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ സ്ഥലങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. താലൂക്ക് രേഖപ്പെടുത്തുക, വില്ലേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ദേശം എന്നുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കൃത്യമായിട്ട് അവരുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാവും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ആധാരത്തിന്റെ ഏറ്റവും അവസാനം സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും, അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നതാണ്. ബ്ലോക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ 00 കൊടുത്താൽ മതിയാവും. അടുത്തായിട്ട് റീസർവേ നമ്പർ, ഓൾഡ് സർവേ നമ്പർ ഇവ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് നമ്മൾ ഈ റീസർവേയും ഓൾഡ് സർവേയും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. റീസർവേ നമ്പർ, റീസർവേ സബ് ഡിവിഷൻ നമ്പർ നമ്മൾ കൊടുക്കുക. 7 എന്നുള്ളത് ഇവിടെ കൊടുത്തു. 115 ആണെങ്കിൽ 115 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് റീസർവേ നമ്പർ ഇവിടെയും സബ് ഡിവിഷൻ നമ്പർ ഇവിടെയുമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഓൾഡ് സർവേ നമ്പർ നമ്മൾ കൊടുക്കുന്നില്ല. അടുത്തായിട്ട് യൂണിറ്റ് ആണ്. അത് MKS എന്നുള്ള ഫോർമാറ്റ് ആണ് ഉണ്ടാവുക. അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. MKS തന്നെ കൊടുക്കുക. അതിനുശേഷം എത്ര സെന്റ് സ്ഥലമാണ് അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ യൂണിറ്റ് എന്നുള്ളത് രേഖപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് എങ്ങനെ കൊടുക്കും? ഇവിടെ 3.03 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 03 കൊടുത്തു, ഇവിടെ 03 കൊടുത്തു. ഇവിടെ 3 ആണ്, പക്ഷെ നമ്മൾ 03 മുന്നിലായിട്ടൊരു 3 ഇട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇവിടെ 03 തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഹെക്ടർ ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് 4 അതിരുകൾ ഇവിടെ പ്രോപ്പർട്ടി ഓഫ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് ആരുടെയാണ് പ്രോപ്പർട്ടി എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് അപ്ഡേറ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ സേവ് ആവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഫ്രം ടു 2 കോളങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഏത് കാലയളവ് മുതൽ ഏത് കാലയളവ് വരെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 15 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് തൊട്ട് 15 വർഷം മുന്നേ ഉള്ളതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇന്ന് 11/9/2023 ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 10/9/2008 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് 10 വർഷം പുറകിലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഫ്രം ടു എന്നുള്ള ഭാഗത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന ഡേറ്റ് എത്രയാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷ കൊടുക്കുന്ന ഡേറ്റ് മാറി നാളത്തെ ഡേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ ഡേറ്റ് വരെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. നമ്പർ ഓഫ് ഓണർ എന്നുള്ള ഭാഗത്ത് നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. നമ്പർ ഓഫ് വില്ലേജ് നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഇവിടെ മോഡ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ഇ പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മലയാളം തന്നെയായിരിക്കും, മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കളക്ട് ഈസി എന്നുള്ളത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത്
കാൽക്കുലേറ്റ് ഫീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഫീ എത്രയാണെന്ന് ഇവിടെ കാണിക്കും. 250 രൂപയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഇനി ചില ആളുകൾ പറയാറുണ്ട്, ഒരു പക്ഷെ അവർക്ക് പെട്ടെന്ന് വേണം, 2 ദിവസങ്ങളൊക്കെ കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ചോദിക്കും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റി ഒരു ഓപ്ഷൻ ഉണ്ട്. യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ഫീ അടക്കുമ്പോൾ പ്രയോറിറ്റി ഫീ ആയിട്ടുള്ള 265 രൂപ കൂടി എക്സ്ട്രാ അടച്ചു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് കസ്റ്റമറോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ട് അവർക്ക് സാവധാനത്തിൽ മതിയോ അല്ലെങ്കിൽ സ്പീഡിൽ വേണോ എന്ന് ചോദിക്കുക. അതിനുശേഷം മാത്രം അപേക്ഷ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് സ്ഥലത്തിന്റെ ഓണറുടെ പേരൊന്ന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അതായത് ആ ഒരു സ്ഥലത്തിന്റെ ഓണർ ആരാണോ അവരുടെ പേര് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്, എന്ത് ആവശ്യത്തിനാണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ലോൺ ആണ്, ബാങ്ക് ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ടു പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കൊരു അപേക്ഷ നമ്പർ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് അപേക്ഷ നമ്പർ കിട്ടുന്നതാണ്. ഇവിടെ നമുക്കൊരു അപേക്ഷ നമ്പർ കിട്ടിയിട്ടുണ്ടാവും, ഒരു പി കൂട്ടിയുള്ള ഒരു അപേക്ഷ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു കസ്റ്റമർക്ക് ഈ ഒരു അപേക്ഷ നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ട്രഷറി ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കൂടി തന്നെ അപേക്ഷ ഈ ഒരു അതോറിറ്റിയുടെ ഓഫീസിലോട്ട് ഫോർവേഡ് ആവുന്നതാണ്. പിന്നീട് നമുക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ട് അത് പ്രിന്റ് എടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഇൻകംപ്ലീറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിക്കുന്നത്.